തൃശൂരിൽ കുരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ മറവിൽ അധ്യാപക നിയമനക്കൊള്ള നടത്തുന്ന VC പ്രവീൺ സ്കൂളുകളിലെ ദൈനംദിന ചെലവുകളിലും കണ്ടെത്തുന്നത് തസ്തികയില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ നിന്നാണ്. കൂലിപ്പണിയെടുത്ത് വേണമെങ്കിൽ പണം തരാമെന്ന യോഗത്തിൽ പറയുന്ന അധ്യാപകന്റെ സംഭാഷണ റിപ്പോർട്ടിന് ലഭിച്ചു. പണം കൊടുക്കാൻ തയ്യാറാകാത്തവരെ മറ്റ് സ്കൂളുകളിലേക്ക് സ്ഥലം മാറ്റുന്നതും ഇവിടെ പതിവാണ്. ഇതിനിടെ മാനേജറുടെ ഇടപാടുകളെക്കുറിച്ച് സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് KSTA രംഗത്തെത്തി. റിപ്പോർട്ട് SIT അന്വേഷണം തുടരുന്നു. വീട്ടിൽ സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞത് ഞാൻ വേറെ ഒന്നും പഠിക്കേണ്ട അവസ്ഥയില്ല. സത്യമായിട്ടും അല്ല, മാഷക്ക് പല ബുദ്ധിമുട്ടും പ്രശ്നം. ഞാൻ എന്റെ സ്കൂളിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഞാൻ മാഷോട് ഇപ്പൊ എല്ലാവരും കേൾക്കാതെ പറയുന്നു, ആ സ്കൂളിൽ ആരും ബുദ്ധിമുട്ടി നിൽക്കണം ഞാൻ പറയില്ല. 2015 മുതൽ പറയുന്ന കാര്യം ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, താല്പര്യമില്ലാത്ത ഒരാളോടെ നിൽക്കണ്ട. നിങ്ങൾ എന്ത് സംഭാവന എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ അത് വാങ്ങിച്ച് ആർക്കും വേണേലും പോകാം. അതല്ലേ ഓക്കെ സാറേ, ഞാൻ പറയില്ല. അത് ഇത്ര സമയമാകുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ കേട്ടത് കുരിക്കുഴി സ്കൂളിലെ അധ്യാപകരുടെ യോഗത്തിൽ നടന്നതാണ്. സ്കൂൾ തുറക്കാനിരിക്കെ അറ്റകുറ്റപ്പണികൾക്കായി മാനേജർ പണം പിരിക്കാനാണ് യോഗം വിളിച്ചത്. ഇല്ലാത്ത തസ്തികകളിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി നിയമിച്ച 1 രൂപ പോലും ശമ്പളം കിട്ടാത്ത അധ്യാപകരാണ് തങ്ങളുടെ ഗതികേട് യോഗത്തിൽ തുറന്നു പറയുന്നത്. കൂലിപ്പണിക്ക് പോയി പണം കണ്ടെത്തിത്തരാം എന്നുപോലും ചിലർക്ക് പറയേണ്ടി വന്നു. പണം കൊടുക്കാത്തവരെ സ്ഥലം മാറ്റും. പിന്നെ ഭീഷണിയാണ്, ടീച്ചർമാർ പറയുന്നു. ഞാനിപ്പോൾ 2015 കയറിയപ്പോഴായാലും സ്കൂൾ ബസ്സിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം, വരുന്ന ടീച്ചേഴ്സ് കൊടുക്കണം. അത് ഒരു ഓർഡർ ഉണ്ട്. ജൂനിയർ ടീച്ചേഴ്സ് പുതിയതായിട്ട് ചെല്ലുന്നവരാണ് കൂടുതൽ എമൗണ്ട് എടുക്കേണ്ടത്. സീനിയേഴ്സും സാലറി കിട്ടണവരും കുറവാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം 8 എന്ന് പറഞ്ഞിട്ട് ഞാൻ 2000 രൂപയാണ് അന്ന് കൊടുത്തത്. പിന്നത്തെ വർഷം തുടങ്ങി 4500 കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അവിടെ ശ്രവ്യ, നൈപുണ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ചിലവ് നമ്മൾ കൊടുക്കണം. സ്കൂൾ ബസ്സിന്റെ ചെലവും വൈദ്യുതി ബില്ലും കുടിവെള്ള ബില്ലും തുടങ്ങി സകല ചെലവും ഇവരെ അടിച്ചേൽപ്പിക്കും. നിരവധി അധ്യാപകരെയാണ് ഇങ്ങനെ മറ്റു സ്കൂളുകളിലേക്ക് പല തവണകളായി സ്ഥലം മാറ്റിയത്. സസ്പെൻഷൻ വേറെയും. ഇല്ലാത്ത കുട്ടികളെ വ്യാജമായി ചേർത്തപ്പോൾ അവർക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അധ്യാപകരെ ഭീഷണിപ്പെടുത്തി. അതിൽ മാനേജർ VC പ്രവീണിനെതിരെ കേസും നിലവിലുണ്ട്. അതിനിടെ VC പ്രവീണിനെതിരെ KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. മാനേജർ VC പ്രവീണിൻ്റെ ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രാന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും KSTA ആവശ്യപ്പെട്ടു. ഇല്ലാത്ത തസ്തികകളിലേക്ക് 35 ലക്ഷം രൂപ വരെ വാങ്ങി 1 രൂപ പോലും ശമ്പളം കൊടുക്കാത്ത അധ്യാപകരെയാണ് സ്കൂളിലെ നിത്യച്ചെലവുകൾക്ക് വേണ്ടി നിർബന്ധിക്കുന്നത്. അത് കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നവർക്ക് ട്രാൻസ്ഫറും അതുപോലെ സസ്പെൻഷനും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ഈ പരമ്പര തുടങ്ങിയിട്ട് ഇപ്പോൾ 3ാം ഘട്ടമാവുകയാണ്. പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അധ്യാപകരുടെ പരാതി, അതിനുശേഷമുള്ള ഈ മാനേജറുടെ പ്രതികരണം ഒക്കെ എങ്ങനെയാണ്? സ്മൃതി, നമ്മൾ ഈ പരമ്പര തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞതുപോലെ 4ാമത്തെ ദിവസമാണ്, 4ാമത്തെ വാർത്തയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് അവിടുത്തെ അധ്യാപകർ ഏറ്റുവാങ്ങിയ ക്രൂരമായ മാനസിക പീഡനങ്ങളെക്കുറിച്ചാണ്. അതായത് അവിടെ ഇല്ലാത്ത തസ്തികയിലേക്കാണ് ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ കണ്ടു. അങ്ങനെ 114 അധ്യാപകർക്ക് തസ്തിക ഇല്ലെന്നറിഞ്ഞ് 10 വർഷത്തിലധികം ജോലി ചെയ്ത് 1 രൂപ ശമ്പളം കിട്ടാതെ അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. ഇപ്പോൾ പലരും പല ജോലികളും ചെയ്താണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 6 കോടി രൂപ സഹകരണ ബാങ്കിൽ കണ്ടെത്തിയ വിജിലൻസ് റിപ്പോർട്ട് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അനധികൃതമായി സ്കൂളുകൾ വാങ്ങിയെന്നും അനധികൃത അവധിയിലാണെന്നും പറയുന്ന വിജിലൻസ് റിപ്പോർട്ടും നമ്മൾ കണ്ടു. അതുകൂടാതെയാണ് 221 കുട്ടികളെ വ്യാജമായി ചേർത്തതാണ് എന്ന് സൂപ്പർ ചെക്സൽ കണ്ടെത്തിയതിൻ്റെ റിപ്പോർട്ടടക്കം നമ്മൾ ഇന്നലെ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അവിടുത്തെ അധ്യാപകരെ, ഈ പറയുന്ന 1 രൂപ പോലും ശമ്പളം കിട്ടാത്ത ഇല്ലാത്ത തസ്തികയിൽ നിയമിച്ച അധ്യാപകരെ ഉപയോഗിച്ച് സ്കൂളിൻ്റെ നിത്യ ചെലവുകൾ നിർവഹിപ്പിക്കുന്നു എന്നുള്ള വാർത്ത കൂടി നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ മാനേജറാണ് ഇത്തരം എയ്ഡഡ് സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾ, ചെറിയ അറ്റകുറ്റപ്പണിയും വൈദ്യുതി ബില്ലും വാട്ടർ ബില്ലും ഉൾപ്പെടെയുള്ള ദൈനംദിന ചെലവുകൾ നിർവഹിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു കരാർ ഈ മാനേജറും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഉണ്ട് താനും. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അധ്യാപകരെ ഇതിന് നിർബന്ധിക്കുന്നത്. ഈ മാനേജർ പങ്കെടുത്ത യോഗത്തിൻ്റെ
ശബ്ദ സംഭാഷണം റെക്കോർഡ് ചെയ്തതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു അധ്യാപകൻ പിന്നീടുള്ള സംഭാഷണത്തിൽ കൂലിപ്പണിക്ക് പോയി പണം തരാം എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ തുടരണം എന്നില്ല എന്നാണ് ഒരു മാനേജർ പറയുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ കൊടുക്കുന്ന ശമ്പളം ഉപയോഗിച്ച് തനിക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജറായ ഈ VC പ്രവീൺ മാറി എന്നിടത്താണ് സ്മൃതി ഇതിൻ്റെ പ്രശ്നം. നിരവധി റിപ്പോർട്ടുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായിട്ട് VC പ്രവീണിനെതിരെയുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. ഒരുപാട് വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും അവിടെ നിന്ന് വരാനുള്ളത്. സ്മൃതി. ശരി, ഈ പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.